കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയതിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി. 3 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ കോളേജ് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു. പോലീസ് നടത്തിയ പരിശോധനയിലായിരുന്നു കഞ്ചാവ് ശേഖരം പിടികൂടിയത്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, വിദ്യാർത്ഥികളിൽ നിന്നാണ് മിന്നൽ പരിശോധനയ്ക്കിടെ കോളേജിന്റെ മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത്. വിവരങ്ങൾ. ഇന്നലെ വൈകിട്ടാണ് കളമശ്ശേരിയിലെ ഗവൺമെന്റ് പോളിടെക്നിക് സ്കൂളിൽ പോലീസിന്റെയും അതേപോലെ ഡാൻസ് ഓഫ് സംഘത്തിന്റെയും ഒരു മിന്നൽ പരിശോധനയുണ്ടായത്. അതായത് കോളേജിലെ ഹോളി ആഘോഷത്തോടനുബന്ധിച്ച് വലിയ രീതിയിൽ കഞ്ചാവ് എത്തിയിട്ടുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പോലീസിന്റെ മിന്നൽ പരിശോധന. കൊച്ചി സിറ്റി പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു ഇത്തരം ഒരു പരിശോധന ഒരുക്കിയത്. എന്തായാലും ഹോസ്റ്റലിൽ കടന്ന പോലീസ് കണ്ടത് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. അതായത് 2 കിലോയോളം കഞ്ചാവ് 100, 10, 15, 20 ഗ്രാമുകളായിട്ടുള്ള വിവിധ പാക്കറ്റുകളിലാക്കി കോളേജിനുള്ളിൽ ചില്ലറ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ത്രാസിൽ തൂക്കി വെവ്വേറെ വയ്ക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ പോലീസ് അവിടേക്ക് പരിശോധനയുമായിട്ട് എത്തുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 വിദ്യാർത്ഥികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിൽ ഒരു വിദ്യാർത്ഥിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും 2 പേരെ സ്റ്റേഷൻ ജാമ്യം നൽകി വിടുകയുമായിരുന്നു. അതായത് കൊല്ലം സ്വദേശിയായ വിദ്യാർത്ഥിയുടെ റൂമിൽ നിന്നാണ് 1 കിലോയും 900 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത്. ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്നും സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തു പോകാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയോടുള്ള കഞ്ചാവ് മാത്രമാണ് കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അഭിരാജ്, ആകാശ്, ആദിത്യൻ എന്നീ 3 വിദ്യാർത്ഥികളെയാണ് കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കോളേജ് ഒരു ആഭ്യന്തര അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കണ്ട കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞത് 60 വിദ്യാർത്ഥികളാണ് ഇവിടെ കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുന്നത്. എന്നാൽ ഇതിൽ ഏതാനും വിദ്യാർത്ഥികൾ മാത്രമാണ് ഇത്തരത്തിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പ്രിൻസിപ്പലിന്റെ ഈ ഒരു വിശദീകരണത്തിനെതിരെ വലിയ രീതിയിൽ ഒരു ആക്ഷേപം ഉയർന്നിട്ടുണ്ട്, വലിയ രീതിയിൽ ഒരു പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. സംഭവത്തെ നിസ്സാരവൽക്കരിക്കാൻ കോളേജ് പ്രിൻസിപ്പൽ തന്നെ തയ്യാറായി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പൊതുവെ ഒരു ആരോപണമായി ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. പോലീസിന്റെ ACP ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന കളമശ്ശേരി ACP തന്നെ പറഞ്ഞിരിക്കുന്നത് കോളേജിന് പുറത്തുനിന്ന് പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ കഞ്ചാവ് കോളേജിലേക്ക് എത്തിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പൂർവ്വ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഇപ്പോൾ KSUവിന്റെയും അതേപോലെ ABVPയുടെ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ മാർച്ചും കോളേജിലേക്ക് നടന്നിട്ടുണ്ട്. ഈ സംഭവത്തിന് പിന്നാലെ വലിയൊരു പ്രതിഷേധം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ കോളേജിലെ മയക്കുമരുന്ന് വരുന്നുണ്ട്. സ്കൂൾ അധികൃതർ, അതായത് കോളേജ് അധികൃതർ ഇതിൽ വേണ്ട വിധത്തിലുള്ള ജാഗ്രത പുലർത്തിയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. നിലവിൽ പൂർവ്വ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്.